സ്കിൽഡ് വർക്കർ വിസയിലും ഹെൽത്ത് ആൻഡ് കെയർ വിസയിലും ഗ്രാജുവേറ്റ് വിസയിലും കഴിയുന്ന 10,000-കണക്കിന് മലയാളി പ്രവാസികളുടെയും UK-യിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെയും ഭാവി സുരക്ഷിതത്തെ ബാധിക്കുന്ന അതീവ നിർണായകമായ ഇമിഗ്രേഷൻ മുന്നറിയിപ്പുകളാണ് UK ഹോം ഓഫീസിൽ നിന്നും പുറത്തു വരുന്നത്. UK-യിലെ ആകെ കുടിയേറ്റ നിരക്ക് അഥവാ നെറ്റ് മൈഗ്രേഷൻ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി UK ഗവൺമെന്റ് ഔദ്യോഗികമായി നടപ്പിലാക്കിയിരിക്കുന്ന വിസ ബ്രേക്ക് സംവിധാനവും പുതിയ ഇമിഗ്രേഷൻ റൂൾസ് ഭേദഗതികളും പ്രവാസി മലയാളികളുടെ തൊഴിൽ വിസ എക്സ്റ്റൻഷൻ, ഡിപ്പെൻഡന്റ് ആനുകൂല്യങ്ങൾ, ഭാവിയിലെ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ അഥവാ ILR അപേക്ഷകൾ എന്നിവയെ ഏത് രീതിയിലാണ് ബാധിക്കുക എന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. UK ഹോം ഓഫീസ് നടപ്പിലാക്കിയിരിക്കുന്ന വിസ ബ്രേക്ക് സംവിധാനം എന്താണെന്ന് ആദ്യമായി നമുക്കൊന്ന് മനസ്സിലാക്കാം. UK-യിലേക്കുള്ള അനിയന്ത്രിതമായ കുടിയേറ്റം തടയുന്നതിനായി രാജ്യത്തെ തൊഴിൽ വിപണിയിലെ ആവശ്യകതകളും വിസ അപേക്ഷകളുടെ എണ്ണവും വിലയിരുത്തിക്കൊണ്ട് പ്രത്യേക വിസ കാറ്റഗറികൾക്കും തൊഴിൽ മേഖലകൾക്കും താൽക്കാലികമായി നിയന്ത്രണം ഏർപ്പെടുത്താനോ അല്ലെങ്കിൽ വിസ അനുവദിക്കുന്നത് പൂർണ്ണമായി നിർത്തിവെക്കാനോ ഹോം ഓഫീസിന് അധികാരം നൽകുന്ന നിയന്ത്രണ ശൃംഖലയാണ് വിസ ബ്രേക്ക്. വിസ ദുരുപയോഗം കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മേഖലകളിലും കുറഞ്ഞ ശമ്പള നിരക്കുകളിൽ വിദേശ തൊഴിലാളികളെ എത്തിക്കുന്ന തസ്തികകളിലും ഈ വിദേശ ബ്രേക്ക് നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമായി ബാധകമാകും. ഇത് UK-യിലുള്ള മലയാളി പ്രൊഫഷണലുകളെ പ്രധാനമായും 3 രീതിയിലാണ് നേരിട്ട് ബാധിക്കുന്നത്. ഒന്നാമതായി, സ്കിൽഡ് വർക്കർ വിസയിലെ ശമ്പള നിബന്ധനകളും ഗോയിങ് റേറ്റുകളും കൂടുതൽ കർശനമാക്കപ്പെട്ടു. UK-യിലെ പുതിയ സ്റ്റാറ്റ്യൂട്ടറി സാലറി ത്രെഷോൾഡ് പ്രകാരം വിദേശ ജീവനക്കാരെ സ്പോൺസർ ചെയ്യുന്ന കമ്പനികൾ ഉയർന്ന വാർഷിക ശമ്പളം നൽകണമെന്ന ഹോം ഓഫീസ് നിർബന്ധമാക്കുന്നു. പഴയ ശമ്പള നിരക്കുകളിൽ സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റ് അഥവാ COS നൽകിയിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് പുതിയ വിസ എക്സ്റ്റൻഷൻ അപേക്ഷകളിൽ ഈ ഉയർന്ന നിരക്കുകൾ തനിയെ ബാധകമാകും. ഇതിനാൽ UK-യിലെ പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾ തങ്ങളുടെ എംപ്ലോയറുടെ ആധികാരികതയും സാലറി സ്ട്രക്ചറും ഇന്ന് തന്നെ പുനഃപരിശോധിക്കേണ്ടതുണ്ട്. രണ്ടാമതായി, ഹെൽത്ത് ആൻഡ് കെയർ വിസക്കാരും വിദ്യാർത്ഥികൾക്കും മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഡിപ്പെൻഡന്റ് വിസ നിരോധനവും സ്വിച്ചിംഗ് നിയന്ത്രണങ്ങളുമാണ്. കെയർ ഹോം മേഖലകളിൽ ജോലി ചെയ്യുന്ന കെയർ വർക്കർമാർക്ക് കുടുംബാംഗങ്ങളെ ഡിപ്പെൻഡന്റുകളായി കൊണ്ടുവരാനുള്ള നിരോധനം തുടരുന്നതിനോടൊപ്പം തദ്ദേശീയമായി കെയർ ഏജൻസികളെ സ്പോൺസർഷിപ്പ് ലൈസൻസുകളിൽ നിന്ന് വിലക്കുന്ന നടപടികളും ഹോം ഓഫീസ് വേഗത്തിലാക്കിയിട്ടുണ്ട്. കൂടാതെ പഠനം പൂർത്തിയാകാതെ സ്റ്റുഡന്റ് വിസയിൽ നിന്ന് സ്കിൽഡ് വർക്കർ വിസയിലേക്ക് മാറുന്നതിനുള്ള വിലക്കുകളും ഗ്രാജുവേറ്റ് വിസ അഥവാ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയിലുള്ളവർക്ക് പുതിയ ജോലികൾ കണ്ടെത്തുന്നതിലെ തടസ്സങ്ങളും ശക്തമായി തുടരുകയാണ്. മൂന്നാമതായി, UK-യിൽ 5 അല്ലെങ്കിൽ 10 വർഷം പൂർത്തിയാക്കി ILR നേടാൻ ആഗ്രഹിക്കുന്നവരെ ബാധിക്കുന്ന കണ്ടിന്യൂസ് റെസിഡൻസ് റൂളുകളാണ്. UK-ക്ക് വെളിയിൽ യാത്ര ചെയ്യുന്ന ദിവസങ്ങളിൽ വരുത്തിയിട്ടുള്ള 180 ദിവസത്തെ റോളിംഗ് ലിമിറ്റ് ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ILR അപേക്ഷകൾ നിഷ്കരണം നിരസിക്കപ്പെടാനും ഇതിനു പുറമെ ILR കൈപ്പറ്റുന്നതിന് മുന്നോടിയായി സമർപ്പിക്കേണ്ട ഇംഗ്ലീഷ് ഭാഷാ വൈദഗ്ധ്യ പരീക്ഷാ മാനദണ്ഡങ്ങൾ നിലവിലെ B1 ലെവലിൽ നിന്നും B2 ലെവലിലേക്ക് ഉയർത്താനുള്ള നിർദ്ദേശങ്ങളും സജീവ പരിഗണനയിലാണ്. UK ഇമിഗ്രേഷൻ നയങ്ങൾ ഇത്രത്തോളം കടുപ്പമേറിയതായി മാറുമ്പോൾ UK-യിലെ മലയാളി പ്രവാസികൾ സ്വീകരിക്കേണ്ട പ്രായോഗിക മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ആദ്യമായി, നിങ്ങളുടെ വിസ കാലാവധി അവസാനിക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ വിസ പുതുക്കുന്നതിനായുള്ള നടപടികൾ ആരംഭിക്കുക. നിങ്ങളുടെ സ്പോൺസറിംഗ് കമ്പനിക്ക് ഹോം ഓഫീസിന്റെ അക്രഡിറ്റേഷൻ നിലവിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമതായി, തൊഴിൽദാതാവ് COS നൽകുമ്പോൾ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇമിഗ്രേഷൻ സാലറി കോഡും നിങ്ങളുടെ യഥാർത്ഥ ബാങ്ക് ശമ്പളവും കൃത്യമായി മാച്ച് ചെയ്യുന്നുണ്ടെന്ന് പരിശോധിക്കുക. സാമ്പത്തിക സ്രോതസ്സുകളിലോ പേറോൾ രേഖകളിലോ ഉണ്ടാകുന്ന ചെറിയ വ്യത്യാസങ്ങൾ പോലും വിസ റദ്ദാക്കലിന് കാരണമായേക്കാം. അതോടൊപ്പം UK-യിൽ സ്വന്തമായി ബിസിനസ് ആരംഭിക്കാനോ അല്ലെങ്കിൽ ഗ്ലോബൽ ടാലന്റ് വഴി വിസ മാറാനോ ആഗ്രഹിക്കുന്ന പ്രൊഫഷണലുകൾക്കായി ഏതാനും പുതിയ സ്ട്രീമുകൾ തുറന്നു നൽകിയിട്ടുണ്ടെങ്കിലും അവയുടെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ലെവലുകൾ വളരെ ഉയർന്നതാണ്. വിസ നിയമങ്ങൾ അടിക്കടി മാറും എന്നതിനാൽ വ്യാജ വിസ ഏജന്റുകളുടെ വാഗ്ദാനങ്ങളിൽ വീഴാതെ UK ഗവൺമെന്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് പോർട്ടൽ വഴി കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. UK കുടിയേറ്റ മേഖല വലിയ ഭേദഗതികളിലൂടെ വിസ ബ്രേക്ക് നിയന്ത്രണങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ മുൻകൂട്ടിയുള്ള കൃത്യമായ ആസൂത്രണവും നിയമപരമായ ബോധ്യവുമാണ് പ്രവാസി മലയാളികളുടെ നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യം. നിങ്ങളുടെ വിസ റെക്കോർഡുകളും പാസ്പോർട്ട് രേഖകളും കൃത്യമായി സൂക്ഷിക്കുക. UK, US, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലെ ഇമിഗ്രേഷൻ വാർത്തകളും വിശേഷങ്ങളും തത്സമയം അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.